ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും BG's ലെക്ചറിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എക്കണോമിക്സിലെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബേസിക് ആയിട്ട് എക്കണോമിക്സിൻ്റെ പിതാവ് ആരാണ്, അങ്ങനെ എക്കണോമിക്സിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ലേസേഫിയർ സിദ്ധാന്തം അല്ലേ, അപ്പോൾ ആ ലേസേഫിയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്, അപ്പോൾ അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ എക്കണോമിക്സിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് ആരംഭിക്കുകയാണ്. എക്കണോമിക്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ ആരംഭിക്കുകയാണ്. ആ ടോപ്പിക്കാണ് മക്കളെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം. അപ്പം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഇന്ന് അതിൻ്റെ പാർട്ട് 1 ആണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം പാർട്ട് 1 ആണ്. നമുക്കിതൊരു 5 പാർട്ടിലേ തീർക്കാനായിട്ട് കഴിയുള്ളൂ. ചെറിയ ചെറിയ പാർട്ടായിട്ട് നമുക്ക് പഠിക്കാം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം. എന്താ, പ്രശ്നമില്ലല്ലോ? ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. മക്കളെ നോക്കിക്കോളൂ, പലതരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നതും ആ ടോപ്പിക്ക് തന്നെയാണ്. എന്താണ്, വിവിധ തരം സമ്പദ് വ്യവസ്ഥകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കൂ, വിവിധ തരം സമ്പദ് വ്യവസ്ഥകളുണ്ട്. അതിൽ ആദ്യത്തേതാണ് എന്തെന്ന് പറയുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങൾ US, ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിലെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകളാണ്. പിന്നെ അടുത്തതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നമുക്ക് ചൈനയൊക്കെ പറയാം, പ്രീവിയസ് ചൈനയൊക്കെ നമുക്ക് പറയാം, USSRും ഒക്കെ നമുക്ക് പറയാനായിട്ട് കഴിയും. പിന്നെ അടുത്തതുള്ളതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. നമ്മുടെ ഇന്ത്യയിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. ഒന്നാമത്തത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. രണ്ടാമത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. മൂന്നാമത്തെ മിശ്ര സമ്പദ് വ്യവസ്ഥ. ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, US പോലുള്ള രാജ്യങ്ങൾ. US, ബ്രിട്ടൻ, ഫ്രാൻസ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ പ്രീവിയസ് ചൈനയൊക്കെ നമുക്ക് പറയാം, USSR പറയാം. മിശ്ര സമ്പദ് വ്യവസ്ഥ നമ്മുടെ ഇന്ത്യയിലുള്ളത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അപ്പൊ ഇത് ഓരോന്നും എന്താണ് എന്ന് നമുക്ക് പഠിക്കണ്ടേ? നമുക്കറിയാമോ എന്താ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? അതറിയണം, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. അപ്പോൾ അതാ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥകൾ എത്രണ്ണമുണ്ട്? 3 സമ്പദ് വ്യവസ്ഥകളുണ്ട്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പൊ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയിൽ ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. നമ്മുടെ US, ബ്രിട്ടൻ പോലുള്ള ബ്രിട്ടൻ അതുപോലെ തന്നെ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിലാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. പ്രീവിയസ് ചൈനയിലൊക്കെയാണ് പ്രീവിയസ് ചൈന നമുക്ക് പറയാം കേട്ടോ. പ്രീവിയസ് ചൈന, USSRലൊക്കെ എന്താണ്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ സമ്പദ് വ്യവസ്ഥയായിട്ടുള്ള ഏതാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. എടാ, ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാല് ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥയിലുള്ളതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പൊ നിങ്ങൾ വലിയ വലിയ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. ഉൽപാദനോപാധികൾ എന്നൊക്കെ കേൾക്കോ, എന്താണ് സാധനം അല്ലെ? ഉൽപാദനോപാധികൾ കുറച്ച് പ്രയാസമാണ് വാക്കുകളൊക്കെ, കടികട്ടി വാക്കുകളൊക്കെ. എന്താണ് സംഭവം, എന്താ ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഒരു ബുദ്ധിമുട്ടുമില്ലടാ. ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് കമ്പനികൾ, നിങ്ങൾ അങ്ങനെ ഓർത്താലും മതി. എടാ, ഈ സ്വകാര്യ ഉടമസ്ഥയിലുള്ളതാണ്. ഒരു വ്യക്തിയുടെ ഉടമസ്ഥയിൽ സ്വകാര്യമായിട്ട് നടത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം എന്താണ്? അപ്പം അവിടെ ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഒരു സ്വകാര്യ ഉടമസ്ഥയിലുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്താണ്? ലാഭം ലക്ഷ്യമാക്കിയാണ് പ്രവർത്തിക്കുന്നത്.
അപ്പൊ അങ്ങനെ ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതും സ്വകാര്യ ഉടമസ്ഥയിലുള്ളതുമായിട്ടുള്ള അത്തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പൊ ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കൂ. നോക്കൂ, സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. ഒരാളോട് പറയാണ്, നീ ഇതേ മാത്രമേ നീ ഉൽപ്പാദിപ്പിക്കാൻ പാടുള്ളൂ, നീ മറ്റൊന്നും ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല, അങ്ങനെയുണ്ടോ? അല്ല, എനിക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാം. അതിനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. എവിടെ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് എന്തും ഉൽപ്പാദിപ്പിക്കുവാനും അത് ഏതൊരു ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സംരംഭകർക്ക്. എവിടെ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ. പിന്നെ സ്വകാര്യ സ്വത്തവകാശമുണ്ട്. അല്ലെ, ഇങ്ങനെ സ്വത്ത് കൈമാറി വരുവാനുള്ള സ്വകാര്യ സ്വത്തവകാശമുണ്ട്. പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് പാരമ്പര്യമായിട്ട് സ്വത്ത് കൈമാറി വരും. സ്വകാര്യ സ്വത്തവകാശം, അതായത് എൻ്റെ ആ സ്ഥലത്ത്, എൻ്റെ സ്ഥലം എന്നുള്ളൊരു, അല്ലെങ്കിൽ എൻ്റെ കമ്പനി എന്നുള്ളൊരു ഒരു സ്വകാര്യ പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ അത് എൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്, എൻ്റെ സ്ഥലമാണ് എന്നുള്ളൊരു രീതിയില്ലേ. അപ്പൊ അതാണ് നമ്മളുടെ സ്വകാര്യ സ്വത്തവകാശം. അത് എൻ്റെ അവകാശത്തിലുള്ളതാണ്, അത് എൻ്റെ സ്ഥലമാണ്, അല്ലെങ്കിൽ എൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് എന്നുള്ളൊരു അവകാശം, സ്വത്തവകാശമുണ്ട്. എവിടെ? നമ്മുടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ. അപ്പൊ ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ലാഭം ആക്കിയുള്ള പ്രവർത്തനമാണ്. നമുക്ക് ലാഭമാണ് വേണ്ടിയത്. ഒരു സ്വകാര്യ വ്യക്തി അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഉടമസ്ഥയിലുള്ളതാണതുകൊണ്ട് തന്നെ അവിടെ ലാഭമാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് എന്താ വേണ്ടിയത്? ലാഭമാണ് എപ്പോഴും വേണ്ടിയത്. അപ്പൊ അങ്ങനെ ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ് വില നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായ കമ്പോളം. വില നിയന്ത്രണമൊന്നുമില്ല. നമ്മൾ പറഞ്ഞു, സംരംഭങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഏതൊരു ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിന്റെ വില എന്ത് ചെയ്യാം? നിയന്ത്രിക്കാം. ഇതിന് ഇത്ര വിലയിൽ വിൽക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. വില നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായിട്ടുള്ള കമ്പോളമാണ്. നമുക്ക് അതിന്റെ വില, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റിന്റെ വില നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ വില നിയന്ത്രണമൊന്നും ഇല്ല മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ. പിന്നെ ഉപഭോക്താക്കളുടെ പരമാധികാരം. ഉപഭോക്താക്കളുടെ പരമാധികാരം എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങുന്ന ആളുകൾക്ക്, ഉപഭോക്താവിന് തിരഞ്ഞെടുക്കാം, നല്ലത് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അവർക്കാണ് അവിടെ പരമാധികാരം. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ സ്വകാര്യ ഉടമസ്ഥയിലുള്ളതാകുമ്പോൾ അവിടെ ഒരുപാട്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ കുടിവെള്ളം ഒരുപാട് കമ്പനികൾ കുടിവെള്ളം ഇറക്കുന്നുണ്ട്. അപ്പം അവിടെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു അവകാശമില്ലേടാ. എനിക്ക് ഏത് കുടിവെള്ളം വേണം, ഈ കമ്പനിയുടെ കുടിവെള്ളം എനിക്ക് വേണം, അത് ചൂസ് ചെയ്യാനുള്ള ഒരു അധികാരം ഉപഭോക്താവിനുണ്ട്. അതേസമയം നമ്മൾ റേഷൻ കടയിൽ പോയിട്ട്, നമ്മൾ പൊതുവിതരണ കേന്ദ്രത്തിൽ പോയിട്ട് എനിക്ക് ഈ കമ്പനിയുടെ അരി വേണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് പറയാൻ പറ്റില്ല, അല്ലേ? അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇല്ലാത്ത അതൊന്നും ഈ മേഖലയിൽ, ഈ ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ളതല്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് ചൂസ് ചെയ്യാം, ഈ പ്രൊഡക്റ്റ് ഇതാണ് നല്ലത്, ഇതെനിക്ക് വേണം. അങ്ങനെ നമുക്ക് ഉപഭോക്താവിന് അതിനൊരു പരമാധികാരമുണ്ട്, അല്ലേ? അതാണ് അവിടെ പറയുന്നത്, ഉപഭോക്താവിന്റെ പരമാധികാരം എന്ന് പറയുന്നത്. പിന്നെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരം. അതാണ് ഞാൻ അവിടെ മുമ്പ് പറഞ്ഞ അതേ കാര്യം. ഒരുപാട് സ്വകാര്യ മേഖലകൾ വരുമ്പോൾ അവർ തമ്മിലുള്ള ഒരു മത്സരമുണ്ട്, വിറ്റഴിക്കാനുള്ള ഒരു മത്സരമുണ്ട്. അതൊക്കെ എവിടെ കാണാം? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ കാണാം എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്രൈവറ്റ് മേഖലകളെല്ലാം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ വരുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? യെസ്, പ്രൈവറ്റ് മേഖലകളെല്ലാം നോക്കൂ, പ്രൈവറ്റ് മേഖലകളെല്ലാം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പൊ ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നമ്മുടെ സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടെ അവർക്ക് വില നിയന്ത്രണമില്ലാത്ത ഒരു രീതിയാണ്. വില നിയന്ത്രണങ്ങളൊന്നുമില്ല. നമ്മൾക്ക് അതിന്റെ വില നമുക്ക് നിശ്ചയിക്കാം. അതോടൊപ്പം തന്നെ സ്വത്തവകാശമുണ്ട്, പാരമ്പര്യ സ്വത്ത് കൈമാറ്റമൊക്കെ ഉണ്ട്, അല്ലേ? ഉപഭോക്താക്കൾക്ക് പരമാധികാരമുണ്ട്.
അതോടൊപ്പം തന്നെ അവിടെ എന്താണ് ഒരു മത്സരമുണ്ട്. അതായത് ഈ ഉൽപ്പന്നങ്ങൾ എന്താണ് വിറ്റഴിക്കാനുള്ള ഒരു പൊതു മത്സരങ്ങളുണ്ട് ഈ കച്ചവടക്കാർ തമ്മിൽ. ഇതൊക്കെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ രീതികളാണ് അല്ലെങ്കിൽ സവിശേഷതകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നോക്കടാ, ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട് ടെസ്റ്റില്, SCRT ടെസ്റ്റ് നോക്കൂ. ടെസ്റ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ സർക്കാർ ഇടപെടലുകൾ വളരെ കുറവാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് എക്കണോമിക്സിന്റെ ബേസിക് ക്ലാസ് ഞാൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു സിദ്ധാന്തമുണ്ട്. ഏതാ? ലെയ്സേഫിയർ സിദ്ധാന്തമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ലെയ്സേഫിയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ. ലെയ്സേഫിയർ സിദ്ധാന്തം ആരാണ്? ആഡം സ്മിത്ത് അല്ലേടാ? അപ്പൊ ഈ ലെയ്സേഫിയർ സിദ്ധാന്തം പറയുന്നത് എന്താ? ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കുക എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലും സർക്കാർ ഇടപെടലുകൾ എന്താണ്? വളരെ കുറവാണ്. സർക്കാർ ഇടപെടലുകൾ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ ഇടപെടൽ കുറവായതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ലേ? നോക്കൂ, ക്രമസമാധാന പാലനവും വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കലുമായിരുന്നു രാഷ്ട്രത്തിന്റെ പ്രധാന ചുമതല. ഇത്തരം രാഷ്ട്രങ്ങളെ പോലീസ് സ്റ്റേറ്റ് എന്ന് വിളിച്ചിരുന്നു. അപ്പൊ നോക്കൂ, ഇവിടെ സർക്കാരിന്റെ ഇടപെടലുകൾ വളരെ കുറവായതുകൊണ്ട് അവിടെ എന്താണ്? പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെ? അപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ, ഇവരുടെ ഇടയിലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ക്രമസമാധാന പാലനവും അതോടൊപ്പം തന്നെ എന്താണ് മറ്റ് ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ആരുടെ ഉത്തരവാദിത്തം? രാഷ്ട്രത്തിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ നമ്മൾ എന്താടാ പറയുന്നത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് പോലീസ് സ്റ്റേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതെന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? പോലീസ് സ്റ്റേറ്റ്. ഈ പോലീസ് സ്റ്റേറ്റ് എന്ന് പറയാൻ കാരണം ഇവിടെ ക്രമസമാധാന പാലനവും അതുപോലെ മറ്റു ആക്രമണങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുകയും അല്ലെങ്കിൽ ആ ആക്രമണങ്ങളെ തടയുകയുമാണ് ആരുടെ ഡ്യൂട്ടി? കേന്ദ്രത്തിലെ രാഷ്ട്രത്തിന്റെ, നമ്മുടെ ഗവൺമെന്റിന്റെ, സർക്കാരിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പോലീസ് സ്റ്റേറ്റ്. മറ്റു കാര്യങ്ങളിലൊന്നും സർക്കാർ ഇടപെടില്ല. അപ്പൊ നിങ്ങൾക്ക് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ റെഡിയായി, സെറ്റായി. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാം. അതായത് വിതരണ നിയമം അഥവാ ലോ ഓഫ് സപ്ലൈ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ലോ ഓഫ് സപ്ലൈ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു സാധനത്തിന്റെ വില കൂടുകയാണ്. വില കൂടിയാൽ എന്താ സാർ പ്രശ്നം? അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക, റബ്ബർ ഉണ്ടല്ലോ, റബ്ബറിന്റെ ഇത് റബ്ബറാണ് കേട്ടോ. അപ്പൊ ഈ റബ്ബറിന്റെ വില കൂടി. അപ്പൊ റബ്ബറിന്റെ വില കൂടുമ്പോൾ എല്ലാവരും ഈ റബ്ബർ അങ്ങ് വെച്ച് പിടിപ്പിക്കും. റബ്ബറിന് നല്ല വില കിട്ടും, കൃഷി ചെയ്താൽ നല്ല വില കിട്ടും. അപ്പൊ എല്ലാവരും ഈ റബ്ബർ അങ്ങ് വെച്ച് പിടിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാവരും റബ്ബർ കൃഷി ചെയ്യുകയും അതുപോലെ അവിടെ ഒരുപാട് റബ്ബറുകൾ കൃഷി ചെയ്യുകയും അവിടെ സപ്ലൈ അല്ലെങ്കിൽ വിതരണം അവിടെ കൂടും. കാര്യം വിതരണം കൂടാൻ കാരണം എന്താ? വിതരണം അല്ലെങ്കിൽ സപ്ലൈ എന്ത് ചെയ്യും? വിതരണം അല്ലെങ്കിൽ സപ്ലൈ കൂടും. കാരണം എന്താ? ഇത് ഒരുപാട് വില കിട്ടും. നമുക്ക് ഇത് വിറ്റാൽ നമുക്ക് ഒരുപാട് വില കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഇത് കൃഷി ചെയ്യുകയും. അപ്പോൾ ഒരു സാധനത്തിന്റെ വില കൂടിയാൽ അവിടെ സപ്ലൈ കൂടും അല്ലേ? ഇനിയും ഒരു സാധനത്തിന്റെ വില കുറഞ്ഞു, റബ്ബറിന്റെ വില ഇടിഞ്ഞു. റബ്ബറിന്റെ വില ഇടിഞ്ഞാൽ നാളെ മുതൽ ഞാൻ റബ്ബർ വെട്ടുവോ? ഇല്ല. കാരണം റബ്ബറിന് റബ്ബറിന് വിലയില്ല, നമ്മൾ വെട്ടിയിട്ട് കാര്യമില്ല, റബ്ബറിന് വലിയ വിലയൊന്നും ഇല്ല എന്ന് ചിന്തിക്കും. അപ്പൊ പ്രൈസ് കുറയുമ്പോൾ നമ്മൾ ഈ സാധനം വെട്ടാൻ പോകത്തില്ല. അപ്പൊ നമുക്ക് കിട്ടുമോ? ഇത് സപ്ലൈ ഉണ്ടോ? ഇല്ല. സപ്ലൈയും അവിടെ എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഈ പ്രൈസും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻ ഉണ്ടല്ലോ, ഇങ്ങനെയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിതരണ നിയമം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സെറ്റായോ എന്ന് നിങ്ങൾ പറയണം. ഞാൻ ഒന്നുകൂടി എന്തായാലും പറയാം. നിങ്ങൾക്ക് സെറ്റായാലും ഇല്ലെങ്കിലും ഒന്നുകൂടി ഞാൻ പറയാം. വിതരണ നിയമമാണ് ഞാൻ പറഞ്ഞത്. വിതരണ നിയമം ഞാൻ പറയാം. വിതരണ നിയമം നിങ്ങൾ ഈ റബ്ബറിന്റെ കേസ് മാത്രം വെച്ച് പഠിക്കാൻ പറ്റുന്ന സംഭവമാണ്. വിതരണ നിയമം പറയുന്നത് ഒരു സാധനത്തിന്റെ, ഒരു ഉൽപ്പന്നത്തിന്റെ വില കൂടി, ആ ഉൽപ്പന്നത്തിന്റെ വില കൂടിയാൽ എല്ലാവരും അത് കൃഷി ചെയ്യുകയും അത് ഒരുപാട് അതിന്റെ സപ്ലൈ, എല്ലാവരും കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ സപ്ലൈ അല്ലെങ്കിൽ വിതരണം എന്ത് ചെയ്യും? വിതരണം കൂടും. അപ്പൊ വില കൂടിയാൽ വിതരണം കൂടും. വില കൂടിയാൽ വിതരണം കൂടും.
അപ്പൊ അങ്ങനെയാണെങ്കിൽ വില കുറഞ്ഞാലോ? ഞാൻ പറഞ്ഞ പോയിന്റ് ഓർക്കണം. എടാ, വില കുറഞ്ഞാൽ റബ്ബറിന്റെ വില ഇടിഞ്ഞു. അപ്പം കർഷകൻ എന്ത് പറയും? നാളെ മുതൽ ഞാൻ റബ്ബർ വെട്ടുന്നില്ല, കാര്യം റബ്ബറിന് വിലയില്ല. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും അവർ വെട്ടാതിരിക്കുമ്പോൾ അവിടെ വിതരണം എന്ത് ചെയ്യും? വിതരണം ഉണ്ടോ? ഇല്ല, ആരും വെട്ടുന്നില്ല, വില കുറവായതുകൊണ്ട് ആരും വെട്ടാൻ പോകത്തില്ല, അപ്പൊ വിതരണവും കുറയും. അപ്പൊ വിലയും വിതരണവും തമ്മിലുള്ള ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ബന്ധം മനസ്സിലായല്ലോ. അതാണ് വിതരണ നിയമം എന്ന് പറയുന്നത്. അത് തന്നെയാണ് വിതരണ നിയമം എന്ന് പറയുന്നത്. ആ വിതരണ നിയമം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ. ഇനിയും ഈ വിലയും ചോദനവും, ചോദനം എന്ന് പറഞ്ഞാൽ എന്ത്? ഡിമാൻഡ് ആണ്. ഡിമാൻഡ്. ഈ വിലയും ചോദനവും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനാ? എടാ, നമ്മൾ ഒരു സാധനത്തിന്റെ വില അങ്ങ് കുറഞ്ഞു, അപ്പം അവിടെ ഡിമാൻഡ് എന്ത് ചെയ്യും? വളരെയധികം കൂടും. ഇത് നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കണം? എടാ, ഐഫോൺ ഉണ്ടല്ലോ, ഐഫോൺ എല്ലാവരും ഓടി നടക്കുകയാണ് അല്ലെ, ഐഫോൺ. അപ്പൊ ഐഫോണിന്റെ വിലയൊക്കെ നമുക്കറിയാം. ഒരു സുപ്രഭാതത്തിൽ ഈ ഐഫോൺ കമ്പനി എന്ത് ചെയ്തു? ഐഫോണിന്റെ വില കുറച്ചു. എന്നിട്ട് ഐഫോണിന്റെ വില എത്രയാക്കി? 20,000 രൂപ ആക്കി എന്ന് നിങ്ങൾ വിചാരിച്ചോ? ഐഫോൺ ഇത് 20,000 രൂപയ്ക്ക് കിട്ടും. എടാ, ഐഫോൺ 20,000 രൂപയ്ക്ക് കിട്ടും. അതായത് ലേറ്റസ്റ്റ് മോഡൽ തന്നെ 20,000 രൂപയ്ക്ക് കിട്ടുമെന്ന് നിങ്ങൾ ജസ്റ്റ് വിചാരിക്കാമല്ലോ അല്ലെ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരുപാട് ആളുകൾക്ക് അത് വേണം അല്ലെ, ഒരുപാട് ആളുകൾ വരും അത് മേടിക്കാൻ. അവിടെ ഡിമാൻഡ് കൂടും ആ സാധനത്തിന്റെ അല്ലേ. അപ്പൊ വില കുറഞ്ഞപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഡിമാൻഡ് കൂടി. ഇനി നിങ്ങൾ ഈ ഐഫോണിന്റെ കേസ് വിട്ടേര്, നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില ഷോപ്പുകൾ ഉദ്ഘാടന ദിവസം എന്താണ്, ഈ ചെരുപ്പുകളൊക്കെ എന്താണ് വില കുറയ്ക്കും. ചെരുപ്പുകൾ അല്ലെങ്കിൽ ബാഗുകളുടെ ഒക്കെ വില കുറയ്ക്കും. അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ വില കുറയ്ക്കും. 1 രൂപയ്ക്ക് ചെരുപ്പ് കിട്ടും, അല്ലെങ്കിൽ എന്താണ് 20 രൂപയ്ക്ക് ചെരുപ്പ് കിട്ടും. അങ്ങനെ വില, ഒരു ഉൽപ്പന്നത്തിന്റെ വില അങ്ങ് കുറയ്ക്കും ഉദ്ഘാടന ദിവസം. അന്നേരം എന്താണ്, അവിടെ ഒരുപാട് ആളുകൾ ഇടിച്ചു കയറി വലിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, വാർത്തകൾ നമ്മൾ കേൾക്കുന്നതാണ്. അവിടെ എന്തുകൊണ്ടാണ് ബ്ലോക്ക് ഉണ്ടായത്? എടാ, അവിടെ ആ സാധനം മേടിക്കാൻ വില കുറഞ്ഞപ്പോൾ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഉൽപ്പന്നം മേടിക്കാൻ അവിടെ ഒരുപാട് ആളുകൾ ഇടിച്ചു വരികയാണ്. അതായത് ആ ഉൽപ്പന്നത്തിന്റെ ചോദനം അല്ലെങ്കിൽ എന്താണ് ഡിമാൻഡ്, ചോദനം എന്ത് ചെയ്തു? കൂടി. എനിക്കിത് വേണം എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങ് ഇടിച്ചു വരിക. ഇനി നേരെ തിരിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചേ, വില എന്ത് ചെയ്തു? എടാ, വില ഭയങ്കരമായിട്ട് കൂടി. ഐഫോണിന്റെ വില ഭയങ്കരമായിട്ട് കുതിച്ചു കയറി. അപ്പൊ എന്താണ്, അത്രയും വില അല്ലെ. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു, ഐഫോൺ വിട്ടൊരു ഗോൾഡ്. എടാ, സ്വർണത്തിന്റെ വില ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ എന്താ, അത്രയും വിലയായി. അപ്പൊ ആ ഡിമാൻഡ്, ചോദനം അങ്ങ് കുറയും. ആളുകൾ ഒരുപാട് വരുമോ? ഇല്ല. സ്വർണത്തിന്റെ വില കുറയുമ്പോ എനിക്ക് സ്വർണം വേണം എന്ന് പറഞ്ഞ ആളുകൾ വരും, അല്ലെങ്കിൽ സ്വർണത്തിന്റെ ആ ഒരു ഡിമാൻഡ് കൂടും. എങ്കിൽ സ്വർണത്തിന്റെ വില കൂടിയാൽ, ഒരുപാട് വില കൂടിയാൽ അവിടെ ചോദനം കുറയും, ഡിമാൻഡ് കുറയും. എല്ലാവർക്കും സ്വർണം അപ്പം മേടിക്കാൻ കഴിയില്ല, ചോദനം കുറയും. അപ്പൊ ഇതൊരു റിലേഷൻ ആണ്. ഈ വിലയും ചോദനവും അല്ലെങ്കിൽ ഈ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഒരു റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? പക്ഷെ നമുക്ക് ഈ റിലേഷനെ ഒരിക്കലും, പ്രൈസും പറയുന്നത് ഞാൻ നിങ്ങളൊന്ന് വ്യക്തമായിട്ട് കേൾക്കണേ. ഈ പ്രൈസും ഡിമാൻഡും, അതായത് വിലയും ചോദനവും ഇത് തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു എന്ന് നമ്മൾ പഠിച്ചത്. എടാ, ഒരു കാര്യത്തിന്റെ പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടിയാൽ, വില കൂടിയാൽ അവിടെ എന്ത് സംഭവിക്കും? അത് ഇത്രയും വിലയല്ലേ എന്ന് ചിന്തിച്ച ആളുകൾ അതിന്റെ ഡിമാൻഡ് കുറയും. പക്ഷേ ഈ ഒരു റിലേഷനെ നമുക്ക് ഒരിക്കലും എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നോ അല്ലെങ്കിൽ എന്താണ് വിപരീത അനുപാതത്തിലാണെന്നോ ഒന്നും നമുക്ക് സയൻസിൽ പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റില്ല. സയൻസിലൊക്കെ നമ്മൾ ചില ടേമുകൾ എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീത അനുപാതത്തിലാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതുപോലെ നമുക്കിവിടെ പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് അതുപോലെ പറയാൻ കഴിയാത്തത്? എക്കണോമിക്സിൽ അതുപോലെ പറയാൻ കഴിയാത്തത്, നമ്മൾ ഇത് നേരെ ഒന്ന് തിരിച്ചു വെച്ചാൽ, അതായത് ഇപ്പം നമ്മൾ വില നമ്മൾ ആദ്യം എടുത്തു എന്നിട്ട് ഡിമാൻഡ് നമ്മൾ എടുത്തു അല്ലേ. വില നമ്മൾ ആദ്യം എടുത്തു എന്നിട്ട് നമ്മൾ ഡിമാൻഡ് എടുത്തു. ഇനി നേരെ ഞാൻ തിരിച്ചു, നമുക്ക് ആദ്യം ഡിമാൻഡിന്റെ കേസ് ഒന്ന് പറയാം. ചോദനം, ഡിമാൻഡ് കൂടി. അതായത് ഒരു മാങ്ങ, ആ മാങ്ങ എന്താണ് നല്ല മധുരമാണ്. ഇതുവരെ നമ്മൾ ഒരു മാങ്ങ കഴിക്കുമ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, ഇതിന് ഇത്രയും രുചി കാണും, ടേസ്റ്റ് കാണും. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് ഭയങ്കര ടേസ്റ്റ് ആ മാങ്ങയ്ക്ക്.
അപ്പൊ ആ മാങ്ങ വാങ്ങുവാനുള്ള ആളുകളുടെ എണ്ണം കൂടത്തില്ലേ? ഒരുപാട് ആളുകൾ ആ മാങ്ങ വാങ്ങും. കാരണം അതിന് ഒത്തിരി ടേസ്റ്റാണ്, അത്രമാത്രം ടേസ്റ്റ് ഉണ്ട് അതിന്, അത്രമാത്രം രുചിയുണ്ട് അതിന്. അപ്പൊ ആളുകൾ അത് എന്തായാലും വാങ്ങാനായിട്ട് വരും, ആ മാങ്ങ വാങ്ങാനായിട്ട് വരും. അപ്പൊ ആ മാങ്ങയുടെ ചോദനം അല്ലെങ്കിൽ ഡിമാൻഡ് കൂടും അല്ലെ. ഒരുപാട് ആളുകൾ വരികയാണ്, അത്രയ്ക്ക് ടേസ്റ്റ്. കേരളത്തിൽ ഇത്രയും ടേസ്റ്റുള്ള മാങ്ങയില്ല, അതുപോലത്തെ മാങ്ങയാണിത്. ഇതാ നോക്കൂ. അപ്പൊ ഇതിന്റെ ഡിമാൻഡ് അങ്ങ് കൂടും. ഈ ഡിമാൻഡ് കൂടിയ എന്താ, ഞാൻ പറഞ്ഞു, സ്വാഭാവികമായിട്ട് ഒരുപാട് ആളുകൾ ഇത് മേടിക്കാൻ വരും. അപ്പൊ ഇതിന്റെ വിലയോ, വില വില കൂടും. വില കൂടും. നമ്മൾ പറയുന്ന വില കൊടുത്ത് മേടിക്കാൻ ആള് വരും, വില കൂടും. ഡിമാൻഡ് കൂടിയാൽ വില കൂടും അല്ലേ. അപ്പൊ നമ്മൾ ചോദനത്തിന്റെ കേസ് ആദ്യം പറഞ്ഞപ്പോൾ വില കൂടുമെന്നാ പറഞ്ഞത്. പക്ഷെ നമ്മൾ വിലയുടെ കേസ് ആദ്യം പറയുമ്പോൾ വില കൂടിയാൽ ചോദനം കുറയുമെന്നാ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഇത് തമ്മിൽ നേരെ തിരിച്ച് നമുക്ക് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് പോസിറ്റീവ് റിലേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻ എന്നൊക്കെ പറയാം, എങ്കിലും നമുക്ക് ഈ രീതിയിൽ പറയാൻ കഴിയില്ല. അത് ഇതുകൊണ്ടാണ്, നമ്മൾ ആദ്യം ചോദനം എടുത്താൽ എല്ലാം പാളും. ഇനി ചോദനം കുറഞ്ഞു, ഒരു സാധനത്തിന് വേണ്ട, അത് വേണ്ട, ആർക്കും വേണ്ട, ഒരു അളിഞ്ഞ ഒരു മാങ്ങ, അപ്പൊ അതിന്റെ ഡിമാൻഡ് കുറയുകയും സ്വാഭാവികമായിട്ട് ഞാനത് ആരെങ്കിലും ഒന്ന് മേടിച്ചോട്ടെ എന്ന് കരുതി ഞാൻ അതിന്റെ വില കുറയ്ക്കുകയും ചെയ്യും. അപ്പം ചോദനം കുറഞ്ഞാൽ വിലയും കുറയും. അപ്പം ഏത് ആണ് നമ്മൾ ആദ്യം പറയുന്നത്, അത് വെച്ച് അതിന്റെ എന്താണ് റിലേഷൻ മാറും എന്നുള്ളതാണ്. നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് SCRT ടെസ്റ്റിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. അത് പറയാനായിട്ട് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, വലിയ കൺഫ്യൂഷനൊന്നും ആകാനില്ല. നമ്മളൊരു സാധനത്തിൻ്റെ പ്രൈസ് കൂടിയെന്ന് വിചാരിച്ചോ, പ്രൈസ് കൂടിയാൽ അവിടെ ഒത്തിരി സപ്ലൈ ഉണ്ടാവും, എല്ലാവരും കൃഷി ചെയ്യും, അവിടെ സപ്ലൈ കൂടും. ഇനി ഞാൻ പ്രൈസ് കൂട്ടി വില കൂടി, വില കൂടിയാൽ അവിടെ ഡിമാൻഡിന് എന്താ സംഭവിക്കുന്നത്, ചോദനത്തിന് എന്താ സംഭവിക്കുന്നത്, ചോദനം കുറയും. ഇനി പ്രൈസ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ഡിമാൻഡ് കൂടും, കാരണം എല്ലാവരും അത് മേടിക്കാനായിട്ട് ഓടിയെത്തും. ഇനി ഡിമാൻഡിന്റെ കേസ് ആദ്യം പറഞ്ഞാൽ, ഡിമാൻഡ് കൂടിയാൽ നല്ല മാങ്ങയാണ്, ഭയങ്കര മധുരമാണ്, അപ്പോൾ എനിക്കത് തോന്നിയ വിലയ്ക്ക് വിൽക്കാനായിട്ട് പറ്റും, കാരണം ആവശ്യക്കാർ അത്രയ്ക്കുമുണ്ട്. ഇനി ഡിമാൻഡ് കുറഞ്ഞു, അളിഞ്ഞ മാങ്ങയാണ്, അത് എങ്ങനെയെങ്കിലും വിറ്റ് പോകാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, പ്രൈസ് അങ്ങ് കുറയ്ക്കും അല്ലേ. ഇതാ സംഭവം. ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താണ് ഒരു കോമൺ സെൻസ് വെച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ അതാണ് ഇതാ ഇവിടെ പറയുന്നത്. നോക്കൂ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കുമ്പോൾ സംരംഭകർ ഉൽപാദനം വർദ്ധിപ്പിച്ച് കൂടുതൽ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കും അല്ലേ. അതായത് വില കൂടുമ്പോൾ എന്താണ്, ഉൽപാദനം കൂടുതൽ ലാഭമുണ്ടാക്കാനായിട്ട് ആര് ശ്രമിക്കും, സംരംഭകർ ശ്രമിക്കും. എന്നാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോൾ പൊതുവെ ആവശ്യക്കാർ കുറയുകയും അല്ലെ. വില കൂടിയാൽ എന്ത് സംഭവിക്കും, വില കൂടിയാൽ ഡിമാൻഡ് കുറയും. നമ്മൾ പറഞ്ഞില്ലേ, സംരംഭകർക്ക് ഉൽപാദനം കുറയ്ക്കേണ്ടി വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയുമ്പോൾ സംരംഭകർ ഉൽപാദനം കുറയ്ക്കാൻ ശ്രമിക്കും. എന്നാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുമ്പോൾ ആവശ്യക്കാർ കൂടുകയും സംരംഭകർ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതായത് ഞാൻ പറഞ്ഞു, ഒരു സാധനത്തിന് വില കുറച്ചാൽ ആളുകൾ ഓടി വരും അത് മേടിക്കാനായിട്ട്. അവിടെ എന്താണ്, വില കുറച്ചാൽ അവിടെ എന്താണ്, ഡിമാൻഡ് കൂടും അല്ലേ. അപ്പം നോക്കൂ, ഇങ്ങനെ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഉൽപാദകരെയും ആവശ്യക്കാരെയും സ്വാധീനിക്കുന്നതിന്റെ ഫലമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യത നിയന്ത്രിക്കപ്പെടുന്നതാണ് വില സംവിധാനം. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഈ വില സംവിധാനമാണ് നമ്മൾ ശരിക്കും ഇവിടെ പറഞ്ഞ സംഭവം. എന്താ, വില സംവിധാനമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, വില സംവിധാനം. അപ്പൊ വില സംവിധാനം എല്ലാവർക്കും സെറ്റ് ആണോ? പറഞ്ഞേ, വില സംവിധാനം എല്ലാവർക്കും റെഡിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വില സംവിധാനം മനസ്സിലായോ? ഒന്നുമില്ല. നമ്മൾ ഒരു സാധനത്തിന് വില അങ്ങോട്ട് കൂട്ടുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ആളുകൾ അതിന്റെ ഡിമാൻഡ് അങ്ങ് കുറയ്ക്കുമോ, ഇത്രയും വലിയ വിലയൊക്കെ ആര് മേടിക്കാനാണെന്നുള്ള ചിന്ത നമുക്ക് വരും. അപ്പൊ അവിടെ എന്താണ്, ആളുകൾ ആ സംരംഭകർക്ക് സ്വാഭാവികമായിട്ടും ആ ഉൽപ്പന്നത്തിന്റെ വില കുറയ്ക്കേണ്ടി വരും. ഇനി ഒരുപാട് വില കുറച്ചാൽ ആളുകൾ അവരെന്താണ്, ഓടിയെത്തും, ചോദനം കൂടും, ഡിമാൻഡ് കൂടും അല്ലേ. അപ്പൊ ഈ തരത്തിൽ അതൊരു സർക്കിളായിട്ട് നിൽക്കും. അതാണ് വില സംവിധാനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതൊക്കെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്, ഈ വില സംവിധാനവും. അതോടൊപ്പം തന്നെ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ, എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ? നമ്മൾ പറഞ്ഞു പൊതു അല്ലെ, പൊതുവായിട്ടുള്ള പൊതു ഉടമസ്ഥയിലുള്ള അല്ലെങ്കിൽ എന്താണ് സ്വകാര്യ ഉടമസ്ഥയിൽ, പൊതു ഉടമസ്ഥയിലുള്ള സ്വകാര്യ ഉടമസ്ഥയിലുള്ള, ക്ഷമിക്കുക,
പൊതു അല്ല, സ്വകാര്യ ഉടമസ്ഥതയിലുള്ള അല്ലെ, പ്രൈവറ്റ് ഞാൻ അതാ പറഞ്ഞത്, പ്രൈവറ്റ് കമ്പനികൾ, അതായത് സ്വകാര്യ ഉടമസ്ഥയിലുള്ളതാണ്. അവിടെ ഗവൺമെന്റിന്റെ ഇടപെടലുകളൊക്കെ കുറവായിരിക്കും. അവര് ക്രമസമാധാന പാലനം മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അത് പോലീസ് സ്റ്റേറ്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചു. അത് സ്വകാര്യ സ്വത്ത് അല്ലെ, അവകാശമുണ്ട്, പാരമ്പര്യ സ്വത്ത് കൈമാറ്റമുണ്ട് അല്ലെ, നമ്മുടെ വില നിയന്ത്രണങ്ങളൊന്നുമില്ല അല്ലെ. അപ്പൊ അതുപോലുള്ള ഒരുപാട് പ്രത്യേകതകളൊന്നും ഓർത്തിരിക്കുക. ചോദ്യം വരും, പരീക്ഷയ്ക്ക് ചോദ്യം വരും. ഞാൻ നേരെ അടുത്ത വ്യവസ്ഥയിലേക്ക് കിടക്കുകയാണ്. അടുത്തതാണ് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ. ഈ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നേരെ ഗവൺമെന്റ് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും നോക്കൂ. സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ, ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥയിലുള്ളതും, ഇവിടെ പൊതുവാണ്. മറ്റിടത്ത് എന്തായിരുന്നു? സ്വകാര്യമായിട്ട് ഓരോ വ്യക്തിയുടെ സ്വകാര്യം. പക്ഷെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പൊതു ഉടമസ്ഥയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം, അതായത് ഗവൺമെന്റ് കേന്ദ്രീകൃത അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അപ്പൊ അതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഗവൺമെന്റ് ആണ് അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഉടമസ്ഥയിലുള്ളതാണ്. ഇനി ഇതിന്റെ സവിശേഷതകൾ പറയുമ്പോൾ ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ജനക്ഷേമമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ. സ്വകാര്യ സംരംഭങ്ങളുടെ അഭാവം, ഇവിടെ സ്വകാര്യ സംരംഭങ്ങളൊന്നും ഇല്ല, കാരണം ഇവിടെ പൊതുമേഖലകളാണ് കൂടുതൽ. ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ പൊതുമേഖലകളാണുള്ളത്. ഇനി സ്വകാര്യ സ്വത്തവകാശം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി എന്നിവയുടെ അഭാവം. ഇവിടെ നമുക്ക് ഇത്ര സ്വത്ത് അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്തവകാശം അങ്ങനെയൊന്നും ഇല്ല. അവിടെ സാമ്പത്തിക സമത്വമാണുള്ളത്, എല്ലാവരും ഒരുപോലെ എന്നുള്ള രീതി. നമുക്ക് ഇത്ര സ്വത്ത് നമുക്ക് സ്വത്തോ അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് കൈമാറ്റമോ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഇല്ല. അപ്പൊ അവിടെ ഒരു സമത്വമുണ്ട്, ഒരു സാമ്പത്തിക സമത്വമുണ്ട് അവിടെ പൊതു ഉടമസ്ഥയിലുള്ളതാവുമ്പോൾ അല്ലെ. ഒരു സാമ്പത്തിക സമത്വമുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി നോക്കടാ, സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ സോഷ്യലിസത്തിൽ പരിഹരിക്കപ്പെടുന്നത് ആസൂത്രണത്തിലൂടെയാണ്. എന്തൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു? അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാ? എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം, ഇത് മൂന്നുമാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ. എന്നെല്ലാം ആസൂത്രണം ചെയ്ത് ജനക്ഷേമം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും നടത്തുന്നു. രാജ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് കണ്ടെത്തി അതിനനുസരിച്ച് ഉൽപാദനം നിയന്ത്രിക്കുന്നു. വില മുൻകൂട്ടി നിശ്ചയിക്കുന്നതിനാൽ വില സംവിധാനത്തിന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പ്രാധാന്യമില്ല. അപ്പൊ ഇവിടെ ഒരു വില സംവിധാനം ഒന്നും ഇല്ല. കാരണം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലെ വില നിയന്ത്രണം ഇല്ലായിരുന്നു. അതിന്റെ വില നമുക്ക് നിശ്ചയിക്കാം. പക്ഷെ ഇവിടെ പൊതുവായിട്ടുള്ള മേഖലയാണെങ്കിലും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഗവൺമെന്റ് ആണ്, പൊതുവായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വില നേരത്തെ മുൻകൂട്ടി അവിടെ വില നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വില സംവിധാനത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു റേഷൻ കടയിൽ. അപ്പൊ ഇവിടെ ഒരു വേറെ പ്രശ്നമുണ്ട്. നമ്മുടെ ഉപഭോക്താവിന്റെ ഒരു തൃപ്തി അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ പരമാധികാരമൊന്നും ഇവിടെ ഇല്ല. നമുക്ക് റേഷൻ കടയിൽ പോയിട്ട് എനിക്ക് ഇന്ന കമ്പനിയുടെ അരി എടുത്തു തരൂ അല്ലെങ്കിൽ ഇന്ന കമ്പനിയുടെ മണ്ണെണ്ണ എടുത്തു തരൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ ഉള്ളത് നമ്മൾ മേടിക്കുക. അപ്പൊ നമ്മളുടെ പരമാധികാരമൊന്നും അവിടെ ഇല്ല. ഉപഭോക്താവിന്റെ പരമാധികാരമൊന്നും ഇവിടെ ഇല്ല, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഇല്ല. ഇവിടെ സ്വത്ത് കൈമാറ്റമോ അല്ലെങ്കിൽ സ്വത്ത് അവകാശമൊന്നും ഇല്ല. ഇവിടെ സാമ്പത്തിക സമത്വമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ അല്ലെ. അപ്പൊ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങളിൽ നിന്നും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമല്ല. അതായത് ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന്. എല്ലാ മേഖലകളിലും മുതൽ മുടക്കാനുള്ള സാമ്പത്തിക ശേഷി പൊതുമേഖലയ്ക്ക് കുറവായിരിക്കും. അതായത് നമുക്ക് എല്ലാ മേഖലയിലും നമുക്ക് പ്രൈവറ്റുള്ള എല്ലാ മേഖലയിലും നമുക്ക് അത് പൊതു മേഖലകളാക്കി നമുക്ക് മാറ്റാൻ സാധിക്കില്ല അല്ലേ. ഇനി നോക്കൂ, ഇത് സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. സ്വകാര്യ സ്വത്തവകാശവും പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയും ഇല്ലാത്ത സാഹചര്യത്തിൽ ആളുകൾ കൂടുതൽ അധ്വാനിക്കാനുള്ള താല്പര്യം കാണിക്കണമെന്നില്ല. കമ്പോളത്തിൽ ഉപഭോക്താവിന് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുറവായിരിക്കും. നമുക്ക് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലുണ്ട്. എന്തൊക്കെയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ?
എടാ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉപഭോക്താവിന് സ്വാതന്ത്ര്യമില്ല ഈ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാൻ. അവിടെ ഉള്ളത് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്വത്തവകാശമോ അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയൊന്നും ഇല്ല. അപ്പൊ ആളുകൾ അപ്പൊ എന്താണ് അധ്വാനിക്കത്തില്ല. കാരണം ഞാൻ എത്ര അധ്വാനിച്ചാലും എനിക്ക് പ്രത്യേകിച്ച് എന്താണ് ഒരു സ്വത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് ഉണ്ട്, പ്രൊഡക്റ്റുകളുണ്ട്, ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് അധ്വാനിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ അധ്വാനിക്കാനുള്ള മനസ്സ് നമ്മുടെ കുറയും. എല്ലാവരും അങ്ങനെ അധ്വാനിക്കണമെന്നില്ല. അപ്പം ഇതൊക്കെ പിന്നെ മാത്രമല്ല എല്ലാ മേഖലയിലും നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് മേഖലകൾ നമ്മുടെ സമൂഹത്തുണ്ടല്ലോ. അപ്പോൾ ആ എല്ലാ മേഖലയിലും ഈ തരത്തിലുള്ള ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ കൊണ്ടുവരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് സാധിക്കില്ല. അപ്പോൾ അവിടെ അത് സാമ്പത്തിക വളർച്ചയിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അപ്പോൾ അതും പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമൊന്നും അല്ല, അല്ലേ? അപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നമ്മൾ പഠിച്ചു. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പൊതു ഉടമസ്ഥയിലുള്ളതാണ്, അല്ലേ? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് പൊതു ഉടമസ്ഥയിലുള്ളതാണ്. അവിടെ വില സംവിധാനത്തിന് പ്രാധാന്യമൊന്നുമില്ല, വിലയൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അവിടെ സാമ്പത്തിക സമത്വമുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം, ഒരു വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അത് മാത്രമേ ഉള്ളൂ എന്ന്. ഇനി നോക്കൂ, മിശ്ര സമ്പദ് വ്യവസ്ഥ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ്. മൂന്നാമതായിട്ട് മിശ്ര സമ്പദ് വ്യവസ്ഥ. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉള്ള സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇവിടെ പ്രൈവറ്റുമുണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് പൊതുമേഖലകളുമുണ്ട്. പ്രൈവറ്റുമുണ്ട്, പൊതുമേഖലയുമുണ്ട്. ഇത് രണ്ടും പ്രവർത്തിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ രാജ്യത്ത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അത് നോക്കൂ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില സവിശേഷതകൾ ചേർന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സാമ്പത്തിക ക്രമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് മിശ്ര സാമ്പത്തിക വ്യവസ്ഥയാണ്. അവിടെ ഇത് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ കുറച്ച് സവിശേഷതകളുണ്ട്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളുണ്ട്. ഇത് രണ്ടും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ. അതായത് പ്രൈവറ്റുമുണ്ട്, അതോടൊപ്പം തന്നെ പൊതുമേഖലകളുമുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ അതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. റെഡിയാണല്ലോ? അപ്പൊ അതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഈ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ നമ്മളൊന്ന് പഠിക്കണം. എന്തൊക്കെയാണ്? പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പ്രൈവറ്റ് ആയിട്ടുമുള്ളത്, ഗവൺമെന്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുമുണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുമുണ്ട്. അപ്പൊ ഇത് രണ്ടും നിലനിൽക്കുന്നു. അതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ സവിശേഷത. പൊതുമേഖലയുമുണ്ട്, സ്വകാര്യ മേഖലയുമുണ്ട്. ആസൂത്രണത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, സ്വകാര്യ സ്വത്തവകാശത്തിലുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു. അപ്പൊ ഇവിടെ സ്വത്തവകാശവും ഉണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് സാമ്പത്തിക നിയന്ത്രണവുമുണ്ട്. നമുക്ക് സ്വത്തവകാശവുമുണ്ട്, സാമ്പത്തിക നിയന്ത്രണവും, അത് രണ്ടും ഒരുപോലെ പ്രവർത്തിക്കുകയാണ്. സ്വകാര്യ സ്വത്തവകാശവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പൊതുമേഖലയുമുണ്ട്, പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എന്താണ് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ റെഡിയാണോ ഈ ഒരു ടോപ്പിക്കിൽ? 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ നോക്കുമ്പോൾ സമ്പദ് വ്യവസ്ഥകൾ എന്ന് പറയുന്നത്, സമ്പദ് വ്യവസ്ഥകൾ 3 തരത്തിലാണുള്ളത്. ഒന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, 2 സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, പിന്നെ 3 മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, അവിടെ നമ്മൾ സ്വകാര്യ മേഖലയാണ്, അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള തരത്തിൽ പ്രൈവറ്റ് കമ്പനികൾ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സ്വകാര്യ ഉടമസ്ഥയിലുള്ളത്. അപ്പൊ അവിടെ സ്വത്തവകാശമുണ്ട്, പാരമ്പര്യ സ്വത്ത് കൈമാറ്റമുണ്ട്, അവിടെ വില നിയന്ത്രണങ്ങളൊന്നുമില്ല, ഉപഭോക്താവിന് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അല്ലെ? അപ്പം അങ്ങനെയുള്ളത്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അത് പൊതു ഉടമസ്ഥയിലുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഉപഭോക്താവിന് വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല, അവർക്ക് തൃപ്തി അടങ്ങി പോകാനൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ, അല്ലേ? അപ്പം ഉപഭോക്താവിന് സ്വാതന്ത്ര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ സാമ്പത്തിക സമത്വമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പാരമ്പര്യ സ്വത്തവകാശമോ അല്ലെങ്കിൽ സ്വത്ത് കൈമാറ്റ രീതിയോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു സമത്വമുണ്ട്, സാമ്പത്തിക സമത്വമുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നങ്ങളുമുണ്ട്. കാരണം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഉപഭോക്താവിൻ്റെ സ്വാതന്ത്ര്യമില്ലായ്മയുണ്ട്, അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലും ഇത്
എത്തണമെന്നില്ല. അപ്പം അത് സാമ്പത്തിക വ്യവസ്ഥയൊക്കെ വലിയതായിട്ട് ബാധിക്കാം അല്ലേ. പിന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥയുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ പ്രത്യേകതകൾ ചേർന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഉണ്ട്. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവിടെ സ്വത്തവകാശവും അതോടൊപ്പം തന്നെ സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ സമ്പദ് വ്യവസ്ഥകൾ മൂന്നെണ്ണം നമ്മൾ അടിപൊളിയായിട്ട് കിടിലനായിട്ട് പഠിച്ചു. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരുമെന്നുള്ളതാണ്. ആ ചോദ്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന എന്താണ് സമ്പദ് വ്യവസ്ഥ. പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ്? നമുക്കറിയാം നമ്മുടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ ഉടമസ്ഥയിലുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഗവൺമെന്റ് ഇടപെടലുകൾ കുറവാണ്. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്താണ്? അവിടെ ക്രമസമാധാന പാലനമാണ് അല്ലേ. അതുകൊണ്ടാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏതാ ഉത്തരം? എ ആണ് ഉത്തരം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ തന്നിരിക്കുന്നവയിൽ എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏത്? ചോദ്യം വൃത്തിയായിട്ട് കേൾക്കുക. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തതാണ് ചോദ്യം. ഒന്നാമത്തേത് ഉപഭോക്താക്കൾക്ക് പരമാധികാരം. ഒരിക്കലുമില്ല. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉപഭോക്താക്കൾക്ക് പരമാധികാരമില്ല. അത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണ്. അതെവിടെയാണ്? അത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണ്. അടിപൊളി. അത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. റെഡിയാണല്ലോ. സ്വകാര്യ സ്വത്തവകാശം. സ്വകാര്യ സ്വത്തവകാശം എവിടെ മാത്രമേ ഉള്ളൂ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ മാത്രമേ ഉള്ളൂ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇൻക്ലൂസീവ് ഗ്രോത്ത് തീർച്ചയായിട്ടും ഇൻക്ലൂസീവ് ഗ്രോത്ത് എവിടെയാ വരുന്നത്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലാണ്. സാമ്പത്തിക സമത്വം എന്താണ്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലാണ് വരുന്നത്. അപ്പൊ ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? 1ഉം 2ഉം. കാരണം ഇത് രണ്ടും എന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ഉത്തരം. എ ആണ് ഉത്തരം. റെഡിയാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരുന്നത്. 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുണ്ട്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുണ്ട്, മിശ്ര സമ്പദ് വ്യവസ്ഥയുണ്ട്. അത് ഓരോന്നും നമുക്ക് മനസ്സിലാക്കി നമ്മൾ കൃത്യമായിട്ട്, അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ സ്വകാര്യ ഉടമസ്ഥയിലുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്താണ്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ പൊതുമേഖല അല്ലെങ്കിൽ പൊതു ഉടമസ്ഥയിലുള്ളതാണ്. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വകാര്യവും പൊതുമേഖലയും ഒരുപോലെ പ്രവർത്തിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും റെഡിയാണ് എങ്കിൽ നിങ്ങൾ ആ ചോദ്യവും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്കിൽ ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത്, ഇന്ന് നമ്മൾ തുടങ്ങിയ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ സാമ്പത്തിക രംഗം എന്ന ടോപ്പിക്കാണ്. ആ ടോപ്പിക്ക് നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് ആരംഭിച്ചു. നമുക്കിനി കുറച്ചുകൂടി ആ ടോപ്പിക്കിൽ ഏകദേശം ഒരു 4 പാർട്ട് കൂടി ആ ടോപ്പിക്കിൽ ഞാൻ എടുക്കാനുണ്ട്. നമുക്ക് അടുത്ത വരും ക്ലാസ്സുകളിൽ എടുക്കാം. താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം. റെഡി? ഓക്കെ.